ആവേ മരിയ. 8 നോമ്പ് ആചരണത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ 8 നോമ്പ് ആചരണം സഭയിൽ ഉണ്ടായതെന്ന ചരിത്ര വഴികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ അറിഞ്ഞതും കേട്ടതുമായ അറിവാണ് നിങ്ങളോട് പങ്കിടുന്നത്. മക്കളില്ലാത്ത ദമ്പതിമാരും വിവാഹം കഴിക്കാത്ത സ്ത്രീകളുമൊക്കെ പ്രത്യേകമായിട്ട് ഈ നോമ്പ് നോക്കി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കുമെന്നും അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പണ്ടുള്ള കാർന്നോർമാർ പറഞ്ഞിട്ടുള്ളതാണെന്നും ഈ നോമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അതുപോലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ വിവാഹം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ 8 നോമ്പ് നോക്കണമെന്നും പണ്ടത്തെ അമ്മച്ചിമാർ പറഞ്ഞിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധിച്ചുള്ള നോമ്പാണ് 8 നോമ്പ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിലാണ് 8 നോമ്പ് അനുഷ്ഠിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും വണക്കവും വർദ്ധിപ്പിക്കാൻ സുറിയാനി ക്രൈസ്തവർ ഈ നോമ്പ് ആചരിച്ചു പോരുന്നു. 8 നോമ്പിൻ്റെ ആരംഭത്തിന് പിന്നിലുള്ള ചരിത്രം ഇങ്ങനെയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അമുസ്ലിമായ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ടിപ്പു മലബാർ കീഴടക്കിയപ്പോൾ ഉണ്ടായിരുന്ന മതമർദ്ദനം സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആയ ഒട്ടേറെ പേർ തിരുവിതാംകൂറിൽ അഭയം തേടി. ടിപ്പുവിന് തിരുവിതാംകൂറിനോട് ശത്രുതയുണ്ടാവാൻ ഇത് കാരണമായി. 1759 തിരുവിതാംകൂർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പുറപ്പാട് നടത്തി. വിവരമറിഞ്ഞ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യം കീഴടക്കുന്ന പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ മാനം കവരുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിരുന്നു. കൊടുങ്ങല്ലൂർ കോട്ടയും ആയക്കോട്ടയും ആലങ്ങാടും പറവൂരും കീഴടങ്ങി മൈസൂർ സൈന്യം ആലുവ പുഴ വരെ എത്തി. ഈ വിവരമറിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം യാചിച്ചുകൊണ്ട് കഠിനമായി ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഈ സമയത്ത് കാലവർഷം ശക്തമാകുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു. ഇത് ടിപ്പുവിൻ്റെ സൈനിക നീക്കത്തെ തടഞ്ഞു. തുടർന്ന് മടങ്ങിപ്പോയ ടിപ്പു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായി. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിൻ്റെ സ്മരണയ്ക്കായി അന്നു മുതൽ 8 നോമ്പ് അനുഷ്ഠിക്കുന്നത് സുറിയാനി ക്രൈസ്തവരുടെ പതിവായി തീർന്നു. കത്തോലിക്ക യാക്കോബായ ഭേദമില്ലാതെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ 8 നോമ്പ് അതീവ ഭക്തിയോടെ അനുഷ്ഠിച്ചു പോരുന്നു. സുറിയാനി ക്രൈസ്തവ സ്ത്രീകൾ ഈ നോമ്പിന് നൽകുന്ന പ്രാധാന്യം ഇതിൻ്റെ ചരിത്രപരതയോട് ചേർന്ന് നിൽക്കുന്നു. മറിയത്തിൻ്റെ മാതാപിതാക്കളായ ജോവാക്കിമിനും അന്നായ്ക്കും വാർദ്ധക്യത്തിലാണ് മറിയം മകളായി ജനിച്ചത്. അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവരും കന്യകയുമായ സ്ത്രീകളും ഈ നോമ്പ് പ്രത്യേകമായി അനുഷ്ഠിക്കുന്നു. ആവേ മരിയ.